ബാങ്കിൽ നിന്ന് കിട്ടുന്ന അറിയിപ്പുകളും സന്ദേശങ്ങളും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മാത്രമായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ബാങ്കിൽ ഒരു പരാതി പറഞ്ഞ് ആഴ്ചകളായിട്ടും ഒരു മറുപടിയും ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ടോ? എങ്കിൽ ഒരു ബാങ്ക് ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇക്കാര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കർശന നിർദ്ദേശമുണ്ട്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തന്നെ ഈ വിവരങ്ങൾ ഇപ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. റിസർവ് ബാങ്കിന്റെ നിയമം വളരെ വ്യക്തമാണ്. എല്ലാ ബാങ്കുകളും ഇടപാടുകാരുമായി ആശയവിനിമയം നടത്തേണ്ടത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കും. ബാങ്ക് ശാഖകളിൽ നിങ്ങൾ കാണുന്ന എല്ലാ അറിയിപ്പുകളും അപേക്ഷാ ഫോമുകളും മറ്റു രേഖകളും ഇംഗ്ലീഷിനും ഹിന്ദിക്കുമൊപ്പം നിങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ നിർബന്ധമായും നൽകിയിരിക്കണം. അതായത് കേരളത്തിലെ ബാങ്കുകളിൽ ഇതെല്ലാം മലയാളത്തിലും ലഭ്യമാക്കണമെന്നത് ഒരു നിയമമാണ്, അല്ലാതെ ഔദാര്യമല്ല. ഈ അടുത്ത് RBI ഈ നിയമം ഒന്നുകൂടി കർശനമാക്കിയിട്ടുണ്ട്. ബാങ്കുകൾ നിങ്ങൾക്ക് അയക്കുന്ന എല്ലാ കത്തുകളും സന്ദേശങ്ങളും ഇനി മുതൽ 3 ഭാഷയിലും ഉണ്ടായിരിക്കണം. ഇനി പരാതികളുടെ കാര്യമെടുക്കാം. നിങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ ഓരോ ബാങ്കിനും അവരുടേതായ ഒരു സംവിധാനം വേണമെന്ന നിയമമുണ്ട്. പക്ഷേ നിങ്ങൾ നൽകിയ പരാതിക്ക് 30 ദിവസത്തിനകം ബാങ്ക് മറുപടി നൽകിയില്ലെങ്കിലോ അല്ലെങ്കിൽ നൽകിയ മറുപടിയിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിലോ എന്തു ചെയ്യും? അവിടെയാണ് റിസർവ് ബാങ്കിന്റെ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ എന്ന സംവിധാനത്തിന്റെ പ്രസക്തി. നിങ്ങൾക്ക് യാതൊരു പണച്ചെലവുമില്ലാതെ സൗജന്യമായി RBI ഓംബുഡ്സ്മാന് ഓൺലൈനായി പരാതി നൽകാം. ബാങ്കിന്റെ സേവനത്തിലെ ഏത് പോരായ്മയും ഇവിടെ റിപ്പോർട്ട് ചെയ്യാം. പരാതി എങ്ങനെ നൽകണം എന്നറിയില്ലേ? അല്ലെങ്കിൽ നൽകിയ പരാതിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണം? ഇതിനെല്ലാം നിങ്ങളെ സഹായിക്കാനായി റിസർവ് ബാങ്ക് ഒരു ടോൾ ഫ്രീ കോൺടാക്ട് സെന്റർ ഉണ്ട്. 14448 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവ കൂടാതെ 10ഓളം പ്രാദേശിക ഭാഷകളിൽ നിങ്ങൾക്ക് സഹായം ലഭിക്കും. ഇതിൽ മലയാളവും ഉൾപ്പെടും. ഇതുകൂടാതെ കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു പരാതി പരിഹാര പോർട്ടലുമുണ്ട്. ഇവിടെ നൽകുന്ന പരാതികൾക്ക് ലഭിക്കുന്ന പരിഹാരത്തിൽ ജനങ്ങൾ തൃപ്തരാണോ എന്ന് പരിശോധിക്കാൻ സർക്കാർ ഒരു ഫീഡ്ബാക്ക് കോൾ സെന്ററും നടത്തുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ബാങ്ക് ഇടപാടുകൾ നിങ്ങളുടെ ഭാഷയിൽ അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. സേവനങ്ങളിൽ പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വ്യക്തവും സൗജന്യവുമായ വഴികളുണ്ട്. അടുത്ത തവണ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ അവകാശങ്ങൾ ഓർക്കുക. ഒരു വിവരമുള്ള ഉപഭോക്താവാവുക.